അപ്പോൾ നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, നീ തന്നെ ഇത് വിളിച്ചു പറയാൻ പോകുന്നതെന്ന്. ഈ ചോദ്യം നമ്മളോട് മാത്രമേ ചോദിക്കുള്ളൂ, തിരിച്ച് വിശ്വാസികളോടും ചോദിക്കാം. അതായത് നീ വിശ്വസിക്കുന്നുണ്ടെ വിശ്വസിച്ചോ, പിന്നെ നീ എന്നാത്തിനാണ് നിൻ്റെ അമ്മങ്ങോടെ എടുത്തുകൊണ്ട് വഴിയെ വരുന്നേ? നിൻ്റെ രഥയാത്രയും ഘോഷയാത്രയും ഗണേശോത്സവവും റാസയും ഇതൊക്കെ എന്തിനാണ് വഴി കൊണ്ടിരുന്നേ? നീ വീട്ടിൽ വെച്ച് കഞ്ഞി വെച്ചോ, ആ കലം എടുത്ത് എന്തിനാണ് റോഡിന് നടുക്ക് വെച്ച് കഞ്ഞി വെക്കുന്നേ? ഇതൊക്കെ അവനോടും ചോദിക്കാം. പക്ഷെ അവിടെ ആരും ചോദിക്കില്ല, കാരണം വിശ്വാസികൾക്ക് ഇതൊക്കെ അനുവദനീയമാണ് എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ. ഇപ്പോൾ നമുക്കറിയാം, ഒരുത്തന്നെ നടുവിലൂടെ ഒരു കമ്പി കോർത്തിട്ട് അത് വളച്ച് വലിയ ക്രെയിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കി ഇങ്ങനെ ആട്ടുമ്പം ഇവിടെ ഒരു സാംസ്കാരിക നായകനും എന്ത് പോക്രിത്തരമായി കാണിക്കുന്നതെന്ന് ചോദിക്കാനില്ല. അവരെല്ലാം പറയുന്നത് ഭക്തിയുടെ നിറവിൽ നിറഞ്ഞാടുകയാണെന്നാണ് പറയുന്നത്. ഈ അടുത്ത നാൾ ഞാൻ ഇത് കണ്ടു, ഇങ്ങനെ തീ കത്തിക്കുകയാണ്, അതിന് മുകളിൽ ഒരുത്തന്നെ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ആട്ടുകയാണ്. എന്തുവാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അവർ പറയുന്നത് എന്തോ ഭക്തിയുടെ നിറവിൽ എന്തൊക്കെയോ ചെയ്യുന്നു. കനലാട്ടം, തീക്കനൽ കൂട്ടിയിട്ട് അതിന് മുകളിൽ കൂടെ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു, കവിളിലൂടെ ശൂലം കുത്തുന്നു. ഫിലിപ്പീൻസിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ഇവന് ഭക്തി ഉണ്ടെങ്കിൽ ഇവൻ അവൻ്റെ വീട്ടിൽ സ്വകാര്യമായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? നിന്റെ ഇതിലൂടെ മുതുകിലൂടെ ഒരു കൊളുത്ത് കെട്ടിയിട്ട് നീ ഉത്തരത്തെ തൂങ്ങി കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കിടക്കുമോ? മതം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ മുമ്പിൽ വെച്ച് കാണിക്കുമ്പോൾ അവന് കിട്ടുന്ന ഹൈ ആണ് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗം തന്നെയാണ്.